കരുതാം കൈകോർക്കാം ലഹരിക്കെതിരെ ISM സംസ്ഥാന ക്യാമ്പയിൻ 2019 ജനുവരി 1 മുതൽ 31 വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا إنما الخمر والميسر والأنساب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാന്യ അധ്യക്ഷൻ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, നാട്ടുകാരൻ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ ഉടയവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവഘടകം ISM ഏറെ ശ്രദ്ധേയമായ കാലിക പ്രസക്തമായ ഒരു പ്രമേയവുമായി കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിരന്തരമായ ബോധവൽക്കരണങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ ശ്രദ്ധേയമായ ക്യാമ്പയിൻ്റെ തലക്കെട്ട് നിങ്ങൾ കേട്ടതുപോലെ, മനസ്സിലാക്കി വച്ചതുപോലെ, കരുതാം കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിയുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദുരന്തത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ മഹാവിപത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം നാം സൃഷ്ടിച്ചില്ല എങ്കിൽ ഒരു തലമുറയെ തന്നെ ഈ മഹാവിപത്ത് തകർത്ത് കളയും. ഈ ഒരു തിരിച്ചറിവാണ് ISM എന്ന മുജാഹിദ് യുവ ഘടകത്തിന് ഈ മഹാവിപത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി തെരുവുകളിൽ, ജംഗ്ഷനുകളിൽ, കവലകളിൽ, കേരളത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും ഇറങ്ങിത്തിരിക്കാൻ പ്രചോദനമായത് എന്ന് നമ്മൾ അറിയണം. നാം അറിയുക, നമ്മളെല്ലാം പച്ചയായ മനുഷ്യരാണ്. കാലചക്രത്തിൻ്റെ കറക്കമനുസരിച്ച് വളരാനും വികസിക്കാനും കഴിയുന്ന ലോകത്തെ ഒരേ ഒരു സൃഷ്ടിവർഗമാണ് മനുഷ്യവർഗം. ഇന്നലകളിൽ നമ്മൾ അറിയാത്ത, പഠിക്കാത്ത പലതും നമ്മൾ ഇന്ന് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ രംഗത്ത് വിജയം നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എത്രത്തോളം എന്നാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളെ കണ്ട് അതുപോലെ പറക്കണം എന്നവർ വല്ലാതെ ആഗ്രഹിച്ചു. എന്നാൽ അതൊരാഗ്രഹമായി അവരുടെ മനസ്സിൽ അവശേഷിച്ചു. ആഗ്രഹം പൂവണിയിക്കാൻ അവരുടെ കാലത്ത് കഴിയാതെ പോയി. എന്നാൽ പിന്നീട് കടന്നു വന്ന നമ്മൾ ഇന്ന് മണിക്കൂറുകൾക്കകം 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ള സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുക വഴി ആ രംഗത്ത് വിജയത്തിൻ്റെ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ കടലിൻ്റെ ആഴിയിലേക്ക് ആഴ്ന്നിറങ്ങണമെന്നതായിരുന്നു, കടലിൻ്റെ അടിത്തട്ടിൽ അത്ഭുത ലോകങ്ങളെക്കുറിച്ച് അറിയണമെന്നതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ആഗ്രഹമെങ്കിൽ, അതൊരാഗ്രഹമായി അവരുടെ മനസ്സുകളിൽ അവശേഷിച്ചുവെങ്കിൽ, ഇന്ന് കടലിൻ്റെ അങ്ങേയറ്റത്തേക്ക്, ആഴങ്ങളിലേക്ക്, അഗാധഗർത്തങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും കടലിൻ്റെ അടിത്തട്ടിൽ അത്ഭുത ലോകങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇന്നത്തെ തലമുറക്ക് കഴിഞ്ഞു. ആ രംഗത്ത് വിജയവിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിൻ്റെ തലമുറ.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്ത് കണ്ണും നട്ട് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കണ്ട് ബഹിരാകാശ ലോകത്തേക്ക് കുതിച്ചുപായാൻ, തീർത്തും അലങ്കൃതമായ ആകാശ ലോകത്തേക്ക് കുതിച്ചുപായാൻ കഴിഞ്ഞെങ്കിൽ എന്നത് നമ്മുടെ മുൻഗാമികളുടെ ആഗ്രഹമായിരുന്നുവെങ്കിൽ, ഇന്ന് ബഹിരാകാശ യാത്രയിലൂടെ വിജ്ഞാന വിസ്ഫോടനം സൃഷ്ടിച്ച് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തുമാത്രം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ വളരുന്നുണ്ടോ, ഉയരുന്നുണ്ടോ? എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചു പായുമ്പോൾ പോലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇന്നും ഇന്നിന്റെ തലമുറയെയും പുറകോട്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. സാമ്പത്തികമായ ഒരുപാട് ഔന്നത്യ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് കഴിഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഇന്നിന്റെ തലമുറ ഒരു വല്ലാത്ത അസ്വസ്ഥതകളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ, ഇന്നിന്റെ പുതുപുത്തൻ തലമുറയുടെ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇതൊരു പ്രശ്നമായി, ഒരു വല്ലാത്ത മനോരോഗമായി അത് മൂർച്ഛിക്കുകയും അസ്വസ്ഥമായ, കലുഷിതമായ, സംഘർഷഭരിതമായ മനസ്സുമായി എവിടെയെങ്കിലും സ്വസ്ഥത, സമാധാനം ലഭിക്കുമെങ്കിൽ അഭയസ്ഥാനം എവിടെയെന്ന അഭയസ്ഥാനം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ തലമുറ. പലപ്പോഴും സ്വസ്ഥതയും സമാധാനവും ശാന്തിയും തേടി അലയുന്ന ഇന്നിന്റെ സമൂഹം പലപ്പോഴും എത്തിപ്പെടുന്നത് കപടാത്മീയ കേന്ദ്രങ്ങളിൽ. കപടാത്മീയ കേന്ദ്രങ്ങളാകട്ടെ മനുഷ്യനെ എന്തുമാത്രം ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ലൈംഗികമായും ചൂഷണം ചെയ്യാൻ കഴിയുമോ അത്ര കണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്ത് തടിച്ചു വീർത്തു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കപട ആത്മീയ കേന്ദ്രങ്ങൾ ഓരോന്നും. അത്തരം കപട ആത്മീയ കേന്ദ്രങ്ങളുടെ മേധാവികൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ വലിപ്പം വല്ലാത്തതാണ്. അതെ, അവരുടെ ജീവിതത്തിൽ ദൈവത്തെയും മതത്തെയും കച്ചവട ചരക്കാക്കി ആത്മീയതയെ കച്ചവടത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുകയും കോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സമാധാനം തേടി അലഞ്ഞു കടന്നു വന്ന യുവാക്കളെ തങ്ങളുടേതായ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി വല്ലാത്ത മ്ലേച്ഛമായ ലൈംഗിക പീഡനങ്ങളിലേക്ക് അവരെ തള്ളിയിട്ട് അതിൻ്റെ വല്ലാത്ത ദുരന്ത കഥകൾ ദിനപത്രങ്ങളിലൂടെ നാം ദിനേന വായിച്ചു കൊണ്ടിരിക്കുന്നു. അവിടങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? പെട്ടുപോയ വല്ലാത്ത ദുരന്തത്തിന്റെ വേദനയും കയ്പും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ. മറ്റൊരു വശത്ത് ശാന്തിയും സമാധാനവും തേടിയലയുന്ന ആളുകൾ അഭയസ്ഥാനമായി അവർ മനസ്സിലാക്കുന്നത് ആത്മഹത്യയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ആ പ്രശ്നത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക, അഥവാ തനിക്ക് ലഭിച്ച ആയസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗഭാഗ്യത്തെ വലിച്ചെറിഞ്ഞ് മരണം വരിക്കുന്ന വല്ലാത്ത ദുരന്ത ചിത്രങ്ങൾ ഇന്ന് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആത്മഹത്യാ കൂട്ടങ്ങൾ, ആത്മഹത്യാ സംഘങ്ങൾ, ആത്മഹത്യ എന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന സംഘടനകൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിന് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ. ആത്മഹത്യയിലേക്ക് കാലെടുത്തു വച്ച് സ്വന്തത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ തലമുറയെ, ഇന്നിന്റെ സമൂഹത്തെ നവജീവ ചൈതന്യത്തിലേക്ക്, ജീവനിലേക്ക് തിരിച്ചു വിളിക്കാൻ എന്തുണ്ട് പരിഹാരം എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മറ്റു ചില ആളുകൾ ശാന്തിയും സമാധാനവും സ്വസ്ഥതവും തേടിയലഞ്ഞ് പലപ്പോഴും എത്തിപ്പെടുന്നത് ലഹരിയിലാണ്. ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് പട്ടച്ചാരായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അത്, മറിച്ച് ഇന്നത്തെ വിദേശ മദ്യങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ നമ്മുടെ സ്വപ്നത്തിൽ പോലും കടന്നു വരാത്ത ലഹരി വസ്തുക്കളാണ് ഇന്ന് രംഗം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ലഹരിക്കടിമപ്പെട്ട ഇന്നിന്റെ പുതുപുത്തൻ തലമുറയെ അവരുടെ മനസ്സ് ചത്ത്, മസ്തിഷ്കം ചത്ത്, എല്ലാ അർത്ഥത്തിലും ചൊറുചൊറുക്കുള്ള
ആവേശമുണ്ടാകേണ്ട, മുന്നിൽ നടക്കേണ്ട, സമൂഹത്തെ മുന്നിൽ നയിക്കേണ്ട, നന്മകൾക്ക് മാതൃകയായി ജ്വലിച്ചു നിൽക്കേണ്ട ഇന്നിന്റെ യുവതലമുറ ജീവച്ഛവങ്ങളായി മനസ്സ് ചത്ത, മസ്തിഷ്കം ചത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ നിഷ്ക്രിയരായി ഒതുങ്ങിക്കൂടുന്ന ഒരു വല്ലാത്ത ദുരന്ത ചിത്രമാണ് ഇന്ന് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെയാണ് കൃത്യമായൊരു പരിഹാരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായ പരിഹാരം ലഭിക്കണം. എന്തുണ്ട് പരിഹാരം എന്ന ചോദ്യത്തിനും ഏറെ പ്രസക്തിയുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആന്റെ വർത്തമാനം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അസ്വസ്ഥമായ, കലുഷിതമായ, സംഘർഷഭരിതമായ മനസ്സുകൾക്ക് സ്വസ്ഥത വേണമോ, സമാധാനം വേണമോ? തിരിച്ചു വരണം സട്ടാവിലേക്ക്. പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക്, പരമകാരുണ്യകനായ സട്ടാവിലേക്ക് തിരിച്ചു വരലാണ്. അവനെ മാത്രം ആരാധിക്കലാണ്. അവന്റെ കൽപ്പന, നിയമ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കലാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള സ്വസ്ഥതക്കുള്ള അല്ലെങ്കിൽ അസ്വസ്ഥമായ കലുഷിതമായ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, തണുപ്പ് ലഭിക്കണമെങ്കിൽ ദൈവം തമ്പുരാനിലേക്ക് തിരിച്ചു വരണം. സട്ടാവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെടുത്തണമെന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെയാണ് ഈ പരിഹാരത്തെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് മടങ്ങാം നമ്മുടെ സട്ടാവിലേക്ക്. ആ സട്ടാവ് എന്ന് പറയുമ്പോൾ മുസ്ലിമിന്റെ മാത്രം ദൈവമല്ല, ഹിന്ദുവിന്റെ മാത്രം ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, മറ്റേതെങ്കിലും മതവിഭാഗത്തിലെ വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തുന്നവരുടെ മാത്രം ദൈവമല്ല. മറിച്ച് ലോകത്ത് ഇന്ന് ഏകദേശം 750 കോടിയും കഴിഞ്ഞ് 800 കോടിയിലേക്ക് എത്തി നിൽക്കുന്ന അത്ര ലോക ജനസംഖ്യയുണ്ട്. ഇത്രയധികം മനുഷ്യരെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാരോ അവൻ. ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ ജനിച്ച് ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ സട്ടാവ് ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ സട്ടാവാരാണോ അവനിലേക്ക് മടങ്ങാനാണ് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം. അവന്റെ മാർഗത്തെ മുറുകെ പിടിക്കാനാണ് വിശുദ്ധ ഖുർആനിന്റെ സാരോപദേശം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള മാർഗദർശനത്തെ ഹൃദയം തുറന്ന് കേൾക്കാൻ, ഹൃദയം തുറന്ന് പഠിക്കാൻ, ഹൃദയം തുറന്ന് മനസ്സു തുറന്ന് ഉൾക്കൊള്ളാനുള്ള സന്മനസ്സുണ്ടാകണമെന്നാണ് വിശുദ്ധ ഖുർആന്റെ വർത്തമാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചു വരിക. നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും മനുഷ്യാസ്തിത്വത്തിന്റെ അത്യുജ്വലമായ ഭാവതലങ്ങളിൽ ജ്വലിച്ചു നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നന്മകളുടെ നിറകുടമായി ലോകത്തിന് മാതൃകയായി തലയുയർത്തി നിൽക്കണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ, നമ്മുടെ ആഗ്രഹമെങ്കിൽ, അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എങ്കിൽ, ഒരു ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, തീർച്ചയായും സട്ടാവിലേക്ക്, അവന്റെ മാർഗദർശനത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. കാരണം ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടയവന് മാത്രമേ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു തരാനാവൂ. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പഠിപ്പിക്കാനാവൂ. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് വസ്തുനിഷ്ഠമായി നമുക്ക് വിശദീകരിച്ച് നൽകാൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥന് മാത്രമേ കഴിയൂ. അതല്ലാതെ കേവലം സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവികളുടെ കേവലമായ അഭിപ്രായ പ്രകടനങ്ങളുടെ പിന്നാലെ പോയാൽ വിരൽ കടിക്കേണ്ട ദുരന്തമായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് സട്ടാവിന്റെ മാർഗദർശനത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, മനുഷ്യ മനസ്സിനെ അടക്കം വല്ലാതെ സ്വാധീനിക്കുന്ന, അവന്റെ ചിന്തയെ സ്വാധീനിക്കുന്ന, അവന്റെ ജീവിതത്തെ വല്ലാതെ പ്രതികൂലമായി സ്വാധീനിക്കുന്ന മദ്യത്തെക്കുറിച്ച് സട്ടാവും സംരക്ഷകനുമായ ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ അധിപന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. നമുക്ക് മുന്നിലുള്ള വ്യത്യസ്തങ്ങളായ മതദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കുമ്പോൾ അവയിലെല്ലാം മദ്യത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ, അല്ലെങ്കിൽ മനുഷ്യന്റെ മസ്തിഷ്കത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന വീഞ്ഞിനെ കുറിച്ച്, മദ്യത്തെക്കുറിച്ച്, ലഹരിയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ബൈബിൾ പഴയ നിയമ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിലെ വരികൾ വായിച്ചാൽ അതെ, മനുഷ്യന്റെ സ്വബോധത്തെ പോലും നശിപ്പിച്ചു കളയുന്ന, അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി ഊരി വലിച്ചെറിഞ്ഞ, അതിൽ ചെയ്യാൻ പാടാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത തിന്മകളിലേക്ക് വരെ മനുഷ്യനെ കൊണ്ട് വലിച്ചെറിയുന്ന, സ്വന്തം അറ്റവും അടുത്ത ആളുകളുമായി വരെ മ്ലേച്ഛമായ നടപടിക്രമങ്ങളിലേക്ക് വരെ വല്ലാത്ത പ്രചോദകമാകുന്ന ഒരു ഘടകമായി മദ്യത്തെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും.
അതേസമയം ഋഗ്വേദ സംഹിതയുടെ താളുകൾ മറിക്കുമ്പോൾ അതേ ഋഗ്വേദത്തിലെ 2-ാം മണ്ഡലത്തിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ സോമരസത്തെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. സോമരസം കുടിച്ച അഥവാ മദ്യം കുടിച്ച് ലഹരി ബാധിച്ച അവസ്ഥകളിൽ ഉണ്ടാകുന്ന വല്ലാത്ത ദുരന്താവസ്ഥകളെ കുറിച്ച് ഋഗ്വേദം നമുക്ക് ചില വരികളിലൂടെ വർത്തമാനങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക എന്ന മണ്ണിൽ പിറക്കുന്നതിന് മുമ്പേ ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മദ്യവും ലഹരിയും ആ സമൂഹത്തെ സ്വാധീനിക്കുകയും അതുവഴിയുണ്ടായിരുന്ന ദുരന്ത ചിത്രങ്ങൾ അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കവിതകളിൽ പോലും പ്രകടമാണ് എന്ന് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അഥവാ മനുഷ്യൻ അവന്റെ സുഖലോലുപതയുടെ ഭാഗമായി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുഖലോലുപതക്കും വേണ്ടി ഉപയോഗിക്കുന്നു. സങ്കടം വന്നാലും അവന് കള്ളുവേണം, സന്തോഷം വന്നാലും അവന് കള്ളുവേണം. ശരാശരി മലയാളിയാണെങ്കിൽ ഹർത്താൽ ദിവസമാണെങ്കിൽ അവന് കള്ളുവേണം. വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോഴും പോയി ഒന്നടിക്കണം. അതെ, കല്യാണത്തിനും അവൻ കുടിക്കും, വീട്ടിലെ കല്യാണത്തിനും അവൻ കുടിക്കും, നാട്ടിലെ കല്യാണത്തിനും അവൻ കുടിക്കും, വീട്ടിലെ മരണത്തിനും അവൻ കുടിക്കും, നാട്ടിലാരെങ്കിലും മരിച്ചാലും അവൻ കുടിക്കും, നാട്ടിൽ ഹർത്താൽ വന്നാലും അവൻ കുടിക്കും, അഥവാ ഇനി സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും കുടിക്കും, സൺഡേ ആണെങ്കിലും കുടിക്കും. എപ്പോഴൊക്കെ കിട്ടുമോ അപ്പോഴൊക്കെ കുടിക്കുക എന്നൊരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് അതേ ലോകത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്ന, സാക്ഷര കേരളം എന്ന അഭിമാനത്തോടെ നമ്മൾ തലയുയർത്തി നിൽക്കുന്ന, മറ്റ് വ്യത്യസ്ത ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്നു ചിന്തിക്കുന്ന ആളുകൾ എന്ന് പലപ്പോഴും അഭിമാനത്തോടെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയാറുള്ള നമ്മളുടെ അവസ്ഥാന്തരങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഇന്ത്യ മഹാരാജ്യം വിശാലമായ ഒരു രാഷ്ട്രം. ഈ നാട്ടിൽ മദ്യമുണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് വളരെ കൃത്യമായി നേരത്തെ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ശക്തമായ താക്കീത് നൽകിയ, മദ്യം ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിക്കപ്പെടേണ്ട മ്ലേച്ഛതയാണ്, നിരോധിക്കപ്പെടേണ്ട സാധനമാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് തുറന്നു പ്രഖ്യാപിച്ച ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. 1925 അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചു. സ്വതന്ത്ര സമര സേനാനികൾക്ക് ആവേശം നൽകാനും സ്വതന്ത്ര സമര വീഥികളിൽ സാധാരണക്കാരായ ആളുകൾക്ക് പ്രചോദനം നൽകാനും ഈ മലയാള മണ്ണ് സന്ദർശിക്കാൻ കടന്നു വന്ന അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ ശ്രദ്ധേയമായ വർത്തമാനമുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് മലയാള മണ്ണിൽ നിന്ന് തൊട്ടുകൂടായ്മ, അയിത്തം നിരോധിക്കണമെന്ന്. രണ്ടാമത് മഹാത്മാഗാന്ധി പറഞ്ഞു മദ്യം മലയാള മണ്ണിൽ നിന്ന് നിരോധിക്കണം, ഇന്ത്യയിൽ അത് നിരോധിക്കണം, കേരളക്കരയിൽ അത് നിരോധിക്കപ്പെടണം, ഈ മലയാളികളുടെ നാട്ടിൽ മദ്യം വേണ്ട എന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ്. 1925 പറയുമ്പോ എത്ര കാലം കഴിഞ്ഞു? 2019 എത്തി നിൽക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലധികം കാലത്തിലേക്ക്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് പോലും എത്രയധികം അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക്, അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തുമാത്രം ആ രംഗത്ത് തിരിച്ചറിവും ബോധവും ബോധ്യവുമുണ്ട് എന്ന് ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ത്യ മഹാരാജ്യം 1986 ശരാശരി ഒരു ഇന്ത്യൻ യുവാവ്, ചെറുപ്പക്കാരൻ മദ്യപിച്ചു തുടങ്ങുന്ന അവന്റെ ശരാശരി പ്രായം 19 ടീനേജിന്റെ അവസാനത്തിൽ നിൽക്കുന്ന സമയമാണ്. 19കാരൻ കള്ളുകുടിച്ചു തുടങ്ങുമെന്നാണ് 1986 നമ്മുടെ പഠന റിപ്പോർട്ട്. എന്നാൽ 1990 എത്തിയപ്പോ 19 നിന്ന് 17 നമ്മൾ താഴ്ന്നു നിന്നു. അഥവാ 17കാരൻ കള്ളുകുടിച്ചു തുടങ്ങുന്നു, ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു. 1995 പുതിയ പഠനങ്ങൾ, അക്കാലഘട്ടത്തിലെ പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് 14 വയസ്സുള്ള പ്രായം, 9ാം ക്ലാസ് പഠിക്കുമ്പോ അതെ അവൻ മദ്യത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങുന്നു എന്ന്. 2008 2008 പഠനങ്ങൾ 12-13 വയസ്സിൽ മദ്യപിച്ചു തുടങ്ങുന്നുണ്ട് നമ്മുടെ കുട്ടികൾ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്. ഇന്നിതാ നമ്മൾ 2019 എത്തി നിൽക്കുമ്പോ അതെ ആ രംഗത്തുള്ള പ്രത്യേക പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 9 വയസ്സ് എന്നാണ്. 9 വയസ്സ് എന്ന് പറഞ്ഞാൽ അവൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് നമ്മൾ അറിയണം. 6 വയസ്സാകുമ്പോഴാണ് നമ്മൾ അവൻ 1ാം ക്ലാസ് ചേർത്ത. മുമ്പൊക്കെ 5ാമത്തെ വയസ്സിലാണ്, ഇന്ന് 6 വയസ്സ് വേണം.
അതെ, 7, 8, 9 അഥവാ അവൻ ആറാമത്തെ വയസ്സിൽ 1-ാം ക്ലാസ്സിലാണ്, 7-ാമത്തെ വയസ്സിൽ അവൻ 2-ലാണ്, 8-ാമത്തെ വയസ്സിൽ അവൻ 3-ലാണ്, 9-ാമത്തെ വയസ്സിൽ അവൻ 4-ലാണ്. 4-ാം ക്ലാസ്സുകാരൻ മദ്യത്തിന്റെ രുചി അറിയുന്നു എന്ന് പറയുമ്പോ ഈ അടുത്ത് കേരളക്കരയിലുണ്ടായ ഒരു വർത്തമാനം കണ്ണൂർ ജില്ലയിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടല്ലോ. അതെ, 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ആ കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചില മാറ്റങ്ങൾ കണ്ട് അധ്യാപകർക്ക് സംശയം തോന്നി. അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് പരിശോധിച്ചു നോക്കിയപ്പോ അവൻ നല്ല കിക്കിലാണ്. ഈ അടുത്ത് 7-ാം ക്ലാസ്സുകാരൻ സെക്കൻഡ് ബെഞ്ചിൽ ഇരുന്ന് സെക്കൻഡ് ബെഞ്ചിന്റെ ആദ്യ ഭാഗത്ത് സൈഡിൽ ഇരുന്നുകൊണ്ട് രാവിലെ ഫസ്റ്റ് പീരീഡ് തന്നെ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങി വീഴുന്നു. അവൻ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് കരുതിയ അധ്യാപകൻ. പക്ഷെ അവന്റെ ഇരുത്തവും അവന്റെ കെട്ടും മട്ടും ഭാവവും കണ്ടപ്പോ ഉടൻ തന്നെ ഒരു ഓഫീസ് സ്റ്റാഫിനെയും വിളിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇവൻ രാവിലെ പൂസായിരിക്കുകയാണെന്നാണ്, അവൻ മദ്യലഹരിയിലാണെന്നാണ്. എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക്? 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ പൊന്നുമക്കൾ മദ്യത്തിന്റെ ലഹരി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ തലച്ചോറിന് ഇപ്പൊ തന്നെ മരവിപ്പിച്ച് കടത്താൻ അവര് തുടങ്ങിയാൽ ആ തലച്ചോറിൽ നിന്ന് എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാവുക? ക്രിയാത്മകമായ എന്ത് ചിന്തകളാണ് ആ തലച്ചോറിൽ നിന്ന് ജന്മം കൊള്ളുക? എന്തൊരു നന്മയാണ്, എന്തൊരു സംഭാവനയാണ് അവന്റെ കുടുംബത്തിന്, അവന്റെ ഈ നാട്ടിന് അവന് സംഭാവനയായി നൽകാൻ കഴിയുക? ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ പൊന്നുമക്കളുടെ കൈപിടിച്ചവരെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഈ ലോകത്തോട് ചെയ്യുന്ന, നമ്മുടെ തലമുറയോട് നമ്മൾ ചെയ്യുന്ന വല്ലാത്ത അപരാധമാകും. നമ്മൾ നിസ്സംഗതരായാൽ, നമ്മൾ കൈകെട്ടി മിണ്ടാതിരുന്നാൽ, നമ്മൾ ബോധവൽക്കരണ നടപടിക്രമങ്ങളിൽ നിന്നെല്ലാം പുറകോട്ട് പോയാൽ, നമ്മുടെ പൊന്നുമക്കളെ ചേർത്ത് നിർത്തി ഉപദേശിച്ച് അവരെ അതിൽ നിന്നും പരിവർത്തിപ്പിച്ചെടുക്കുവാനുള്ള നടപടിക്രമം നമ്മിൽ നിന്നുണ്ടാകുന്നില്ല എങ്കിൽ വല്ലാത്ത ദുരന്തമായിരിക്കും ഫലമെന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. 2008 പാർലമെന്റിൽ ഒരു ചോദ്യം വന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് മദ്യക്കച്ചവടത്തിലൂടെ എത്ര കോടി ലാഭമുണ്ട്? അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞു 21,600 കോടി രൂപ. അപ്പൊ കിട്ടിയ ലാഭമാണ് 21,600 കോടി. ശരി, അതുവഴിയുള്ള നഷ്ടത്തിന്റെ കോടികളുടെ കണക്ക് കൂടി ഒന്ന് പറയണം. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിൽ കൂടുതലാണ്. ശരാശരി എങ്ങനെ കണക്കെടുത്താലും ഒരുപാട് കൂടാനേ സാധ്യതയുള്ളൂ. പക്ഷെ എങ്കിലും അതെ 24,400 കോടി നഷ്ടം. അഥവാ എത്രയാണോ നമുക്ക് ഈ രംഗത്ത് ഈ പറയുന്ന മദ്യക്കച്ചവടത്തിലൂടെ 21,600 കോടി നമുക്ക് ലാഭമുണ്ടാകുമ്പോ ഈ മദ്യം വഴി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, അത് ആക്സിഡന്റ് ആവാം, പ്രശ്നങ്ങളാവാം, മറ്റ് ക്രിമിനൽ പ്രശ്നങ്ങളാവാം, കുറ്റകൃത്യങ്ങളാവാം, റേപ്പുകളാവാം, ഗുണ്ടായിസമാകാം, അതുവഴി ഇന്ത്യ മഹാരാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ആ സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്ക് നേരെ ഇരട്ടി 24,400, അഥവാ ഏകദേശം 2,800 കോടിയുടെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എത്ര ലാഭം കിട്ടുന്നോ അതിനേക്കാൾ കൂടുതൽ നഷ്ടമാണ് മദ്യക്കച്ചവടത്തിലൂടെ നമുക്ക് അതിന്റെ ദുരന്ത ഫലമായി ഇന്ത്യ മഹാരാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊരു 10 കൊല്ലം മുമ്പുള്ള കണക്കാണ്. ഇപ്പൊ ഈ 2019 അവസ്ഥ എന്താണ്? ബാറുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ പുതിയ മദ്യഷാപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വശത്ത് മദ്യ ഷോപ്പുകൾ അല്ലെങ്കിൽ ബാറുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മറ്റൊരു വശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതെന്ത് ഇരട്ടത്താപ്പ് നടപടിക്രമമാണ്? ഒരു വശത്ത് ബോധവൽക്കരണം, ഒരു വശത്ത് മദ്യഷാപ്പുകൾ തുറക്കുകയും ചെയ്യുക. ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവ് പോലും മദ്യനാശമാണ്, അത് നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് എത്ര കാലമായി? ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു 100 കൊല്ലം ആ ഒരവസ്ഥ വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിഷയങ്ങളെ വളരെ ഗൗരവത്തോടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അഥവാ ഓരോ വർഷവും 33 ലക്ഷം പേർ മരിച്ചു വീഴുന്നുണ്ട് ഈ മദ്യ ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗത്തിലൂടെ. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ഇന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന, അഡ്മിറ്റ് ആകുന്ന രോഗികളിൽ നല്ലൊരു ശതമാനം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഭാഗമെന്നോണം ഉണ്ടായ രോഗങ്ങളുടെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ ഇന്നും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുവഴിയുള്ള നഷ്ടം എല്ലാ അർത്ഥത്തിലും മാനസികമായ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. വിഷാദം പോലുള്ള അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക്, അക്രമവാസന, ധൈര്യക്കുറവ്, അതോടൊപ്പം തന്നെ സംശയരോഗം,
ആത്മവിശ്വാസമില്ലായ്മ, അതോടൊപ്പം തന്നെ ആത്മഹത്യാവാസന, ഇതെല്ലാം ഈ ലഹരി ഉപയോഗം വഴി ഉണ്ടാകുന്ന മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതേസമയം മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ അതൊരു ലോഡുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് കാരണവും നിമിത്തവുമാകുന്നത് മദ്യമാണ്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളാണ്, കഞ്ചാവടക്കമുള്ള മുഴുവൻ ലഹരി വസ്തുക്കളാണ് എന്നുള്ള തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ പോലും ഒരു ദിവസം 170 വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ അടുത്ത കാലത്തെ വർത്തമാനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അത് ഏതെങ്കിലും ഒരു മതത്തിലോ സമൂഹത്തിലോ അല്ല, പൊതുവിൽ മൊത്തത്തിൽ അഥവാ വിവാഹമോചനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന 170ഓളം കേസുകൾ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രതിസന്ധികൾ. ആ പ്രശ്നങ്ങളിൽ മുഖ്യ വില്ലനായി ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഈ മദ്യമാണ് എന്നുള്ള വല്ലാത്ത വർത്തമാനം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ കുടുംബിനികളായ ഭാര്യമാർക്കെതിരെ, അമ്മമാർക്കെതിരെ, ഉമ്മമാർക്കെതിരെ, അമ്മച്ചിമാർക്കെതിരെ, വീട്ടിലെ സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള അക്രമങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും അടിസ്ഥാന വില്ലനും കാരണക്കാരനുമാകുന്നത് മദ്യമാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ ബാറുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും നമ്മൾ ഇതുപോലുള്ള മദ്യഷാപ്പുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മലയാളിക്ക് ഓണം വന്നാലും, മലയാളിക്ക് ക്രിസ്തുമസ് വന്നാലും, മലയാളിക്ക് പെരുന്നാൾ വന്നാലും ആഘോഷമാണ്. ഇന്നലകളിൽ പരസ്പരമുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള ഏതെങ്കിലും ഒരു മതത്തിന്റെ, വിശ്വാസത്തിന്റെ, ആചാരത്തിന്റെ, അനുഷ്ഠാനത്തിന്റെ ഭാഗമായി വരുന്ന ആഘോഷങ്ങൾ തങ്ങളുടെ വിശ്വാസ ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുവാനുള്ള ആഘോഷങ്ങളായിക്കൊണ്ടാണ് അതത് മതസമൂഹം അതത് ആഘോഷങ്ങളെ നോക്കിക്കണ്ടത്. അതോടൊപ്പം തന്നെയുള്ള ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള പരസ്പരമുള്ള ബന്ധങ്ങളെ, അല്ലെങ്കിൽ പരസ്പര സ്നേഹാദരവുകൾ നിലനിർത്തുവാനും ഒക്കെ അത് സഹായകമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് മതാഘോഷങ്ങൾ കടന്നു വന്നാൽ, അല്ലെങ്കിൽ ന്യൂ ഇയർ കടന്നു വന്നാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങൾ കടന്നു വന്നാൽ സ്വബോധത്തോടുകൂടെ തെരുവിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മണ്ണ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ മലയാളികൾ മാറിപ്പോകുന്നു എന്നത് വല്ലാത്തൊരു ദുരന്ത ചിത്രമായി സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകൾ പരസ്പരം മത്സരിക്കുകയാണ്. റവന്യൂ വകുപ്പിന് കൂടുതൽ മദ്യക്കച്ചവടത്തിലൂടെ ലാഭം കൂടുതൽ കൊടുക്കുന്ന ജില്ലകളേത്? ഞാൻ ഓരോ ജില്ലയും മത്സരിക്കുന്ന ജില്ലകളിൽ തൃശ്ശൂർ ജില്ലയുണ്ട്, എറണാകുളം ജില്ലയുണ്ട്, തിരുവനന്തപുരം ജില്ലയുണ്ട്, കോട്ടയം ജില്ലയുണ്ട്. ഓരോരോ ജില്ലയും ഞാൻ എന്ന് മത്സരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ വിശേഷം ഇന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. മുമ്പൊക്കെ പുരുഷന്മാർ മദ്യപിക്കുകയും അതുവഴിയുള്ള ദുരന്തം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. ഇന്ന് പുരുഷന്മാർ മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് തുടരുന്നു. അതിന്റെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടേ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ, അതേ ഹോസ്റ്റലുകളിൽ വട്ടത്തിലിരുന്ന് രാത്രി നട്ടപ്പാതിരക്ക് കള്ളുകുടിക്കുക എന്നത് കോളേജ് ജീവിതത്തിലെ, ഹോസ്റ്റൽ ജീവിതത്തിലെ യുവാക്കളുടെ വീരചരിതത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലുകൾ എന്നൊക്കെയായി അവർ പറയാറുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി ലേഡീസ് ഹോസ്റ്റലുകളിൽ പോലും മദ്യക്കുപ്പികൾ കണ്ടെത്തുന്ന, മദ്യപിച്ച് എറണാകുളം ടൗണിൽ വാഹനമോടിച്ച് ആ മറ്റു വാഹനങ്ങളിൽ കൊണ്ടിടിച്ച് നടു റോട്ടിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാതെ പാമ്പടയുന്നത് പോലെ റോട്ടിലടയ്ക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നത്തെ പുതുപുത്തൻ തലമുറയിലെ നമ്മുടെ യുവതികൾ, നമ്മുടെ സഹോദരിമാർ ഈ ഒരു അവസ്ഥാ വിശേഷങ്ങളിലേക്ക് പോയി പോകുന്നുവെങ്കിൽ ഗൗരവത്തോടെ ഈ വിഷയത്തെ കേൾക്കാൻ, ഗൗരവത്തോടെ വിലയിരുത്തുവാൻ, പരിഹാര മാർഗങ്ങളെ ഗൗരവത്തോടെ ഉൾക്കൊള്ളുവാനുള്ള സന്മനസ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ നന്മക്ക്, അവന്റെ പാരത്രിക മോക്ഷത്തിന്, അവന്റെ സ്വർഗപ്രവേശം സുഗമമാക്കാൻ ഉതകുന്ന എല്ലാ നന്മകളും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വിശദീകരിക്കുന്നു. ഒരു മനുഷ്യന്റെ നാശത്തിന്, സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത്, ഇന്ന് ഈ മദ്യം മാത്രമല്ല പ്രശ്നം. ഇന്ന് ലഹരി പല രൂപത്തിലും ഭാവത്തിലും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ ലോകോത്തര ലഹരി മരുന്നുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ പശ്ചിമ കൊച്ചി ലക്ഷ്യമിട്ടുകൊണ്ട് കടന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്റ്റാമ്പുകൾ നാവിലൊട്ടിച്ചാൽ മണിക്കൂറുകളോളം അതിൻ്റെ വല്ലാത്ത ലഹരി അനുഭവിക്കാമെന്നുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും കണ്ടാൽ നാവിലൊരു ചൂയിങ്കമാണെന്നേ കരുതൂ.
അതല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റിക്കറോ എന്തോ കുട്ടികൾ തമാശക്ക് ഒട്ടിച്ചു വെച്ചതാണെന്ന് ആളുകൾ മനസ്സിലാക്കൂ. പോലീസുകാർ വന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ അവരുടെ കയ്യിലുള്ള ഒരു ഡിറ്റക്ടർ ഉണ്ട്. അത് വെച്ച് ഊതിപ്പിച്ചാൽ അതിൽ നിന്ന് ബീപ് സൗണ്ട് കടന്നു വന്നു കൊള്ളണമെന്നില്ല. എന്നാൽ മദ്യത്തേക്കാൾ ലഹരിയുള്ള, മദ്യത്തേക്കാൾ നല്ല ഉന്മാദമുണ്ടാക്കുന്ന ലഹരി വസ്തുക്കളാണ് ഇന്ന് സമൂഹത്തിൽ, ഇന്ന് വിപണിയിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പിന്നെ വല്ലാത്ത അത്ഭുതം, ചില പ്രത്യേക ഇനം പാമ്പുകളെ എടുത്ത് നാവിന്റെ അറ്റത്ത് തുമ്പത്ത് കൊത്തിപ്പിക്കുന്ന രീതി വരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടെന്ന് പോലും. ആദ്യത്തെ കൊത്ത് ഫ്രീയാണ്. ആ ഒരു കൊത്ത് കിട്ടിയാൽ തന്നെ 6-7 ദിവസം അവൻ വല്ലാത്തൊരു ലോകത്തായിരിക്കുമെന്നാണ്. ഏറെക്കുറെ ജീവനുണ്ട്, എന്നാൽ വല്ലാത്തൊരവസ്ഥയിൽ. അതിൽ നിന്ന് ബോധം വന്നാൽ പിന്നെ അവനത് വേണം. അത് എവിടെയുണ്ടോ അത് അന്വേഷിച്ച് അവൻ ഇറങ്ങുകയായി. അങ്ങനെ ആദ്യം കൊടുത്ത, ഫ്രീ ആയി കൊടുത്ത ആളുകൾ അവരുടെ മുന്നിൽ അവൻ ചോദിക്കുന്നു, എനിക്ക് ഇനിയും വേണം, വേണമെങ്കിൽ നീ 2000 താ. അവൻ 2000 കൊടുക്കുന്നു. പിന്നെയും ആ കൊത്തു വാങ്ങിച്ചു മുന്നോട്ട് പോകുന്നു. 2ാമത് കഴിഞ്ഞു, 3ാമത് അവൻ പോയാൽ 2000 ആവശ്യപ്പെട്ട ആളുകൾ പിന്നാവശ്യപ്പെടുന്നത് 10000 പിന്നാവശ്യപ്പെടുന്നത് 25000 പിന്നാവശ്യപ്പെടുന്നത് 40000. ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ ആ ലഹരി അനുഭവിക്കണമെന്നുള്ള അടങ്ങാത്ത ദാഹത്താൽ പണം സമ്പാദിക്കാൻ എന്തു മാർഗവും, എന്ത് നിർറികെട്ട മാർഗവും അവൻ സ്വീകരിക്കും. അതിനുവേണ്ടിയാണ് ഈ അടുത്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടല്ലോ, ഒരു കുടുംബനാഥൻ തന്റെ പോക്കറ്റിലെ പണം തീർന്നു, ഇനിയും പണം വേണം. ഭാര്യയുടെ സ്വർണമെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇനി ശേഷിക്കുന്നത് 1-1.5-2 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ ചെറിയ മോളുടെ വിരലിലുള്ള ചെറിയൊരു മോതിരം. അത് ഊരിയെടുക്കാൻ അവൻ പരമാവധി പരിശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ മദ്യത്തിന്റെ ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉന്മാദത്തിൽ ആ സ്വർണ്ണമോതിരം ഊരിയെടുക്കാൻ വേണ്ടി കുട്ടിയുടെ കൈ മുറിച്ചിട്ട് അവൻ ആ മോതിരവുമായി പോയി. ഇനിയും ലഹരിയുടെ ഉന്മാദം അനുഭവിക്കാൻ, അതിന്റെ ലഹരിയിൽ ആറാടാൻ വേണ്ടി. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? എന്തെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കള്ളു കൊടുത്ത് 4 കാലിലും 8 കാലിലും വീട്ടിൽ വരുന്ന ചില ആളുകൾ ഭാര്യയുടെ അടുക്കലേക്ക്, അതെ, ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചല്ലോ. പ്രസവിച്ചിട്ട് ആ ചോര പൈതലിന്റെ പ്രായം 2-3 ദിവസം മാത്രം. ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ട് ആ പിഞ്ചു കുഞ്ഞു 3-4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. സ്വന്തം പിതാവ് ആ ചോര പൈതലിന്റെ കാല് പിടിച്ച് ചുമരിലേക്ക് അവന്റെ തലയടിച്ച് പൊളിച്ച് ആ ചോര പൈതലിനെ കൊല്ലുന്ന ക്രൂരമായ രംഗത്തിന് മലയാള മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു. എന്ത് അപരാധം ചെയ്തു ആ ചോര പൈതൽ? എന്തു കുറ്റമാണ് ആ കുട്ടി ചെയ്തത്? പിറ്റേന്ന് മദ്യത്തിന്റെ ലഹരി താന്നപ്പോ ഇവൻ അവനവന്റെ നെഞ്ചത്തന്നെ അടിച്ചിട്ട് ഞാൻ മഹാഭാവിയാണല്ലോ, ഞാൻ എന്റെ കുട്ടിയെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുക. എന്താണ് അവസ്ഥ? പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട് ഓരോ വീട്ടിലും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത പണം, ആ പണവുമായി തന്റെ പിതാവ് വരും. എനിക്ക് 50 പൈസയുടെ ഒരു മിഠായെങ്കിലും കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എഴുത്തും വായനയും പഠിക്കാൻ, എനിക്ക് എഴുതി പഠിക്കാനുള്ള ഒരു 100 പേജുള്ള ഒരു 15 രൂപയുടെ നോട്ട് ബുക്കുമായി എന്റെ പിതാവ്, അച്ഛൻ വരും, വാപ്പ വരും, പിതാവ് വരും എന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന മക്കൾ. പിതാവ് വന്നിട്ട് വേണം എനിക്ക് എന്റെ ആവശ്യങ്ങൾ പറയാൻ, ഭർത്താവ് വന്നിട്ട് വേണം അരി വാങ്ങിക്കാൻ, മകൻ വന്നിട്ട് വേണം മെഡിക്കൽ ഷോപ്പിൽ പോയി. ക്യാൻസർ രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന മാതാവിന്, അതേ, വേദന സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേദനാ സംഹാരികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ വാങ്ങിക്കാൻ സ്വന്തം മകനെ കാത്തു നിൽക്കുന്ന വീടുകൾ, ഭർത്താവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വീടുകൾ, സ്വന്തം പിതാവിനെ കാത്തു നിൽക്കുന്ന വീടുകൾ. ആ വീടുകളിലേക്കാണ് 2 കാലിൽ പ്രതീക്ഷയോടെ കടന്നു വരുമെന്ന് വിചാരിച്ച വീടുകളിലേക്ക് 8 കാലിലും 16 കാലിലും കടന്നു വരുന്ന പിതാക്കന്മാർ. എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? വല്ലാത്ത ദുരന്തമായി മാറുന്നു. വീട്ടിൽ സമാധാനമില്ലാതെ, ഉറങ്ങാൻ കഴിയാതെ, പഠിക്കാൻ കഴിയാതെ ഒരു വല്ലാത്ത മാനസിക സംഘർഷാവസ്ഥ ഇന്നിന്റെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വീടുകളിൽ സമാധാനം വേണം. ആ സമാധാനം നശിപ്പിച്ച മദ്യമടക്കമുള്ള, കഞ്ചാവടക്കമുള്ള, ഹെറോയിൻ അടക്കമുള്ള എന്തൊക്കെ പേരിൽ, അത് സ്റ്റാമ്പാണെങ്കിലും, അതല്ല മറ്റിതര ലിക്വിഡ് ടൈപ്പ് സാധനമാണെങ്കിലും, പൊടി പോലുള്ള സാധനമാണെങ്കിലും, പുകയില പോലുള്ള സാധനമാണെങ്കിലും നമുക്ക് വേണ്ട, നിസാരമെന്ന് നമ്മൾ കരുതുന്നുണ്ടല്ലോ. പുകവലിയൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ആ ഡോക്യുമെന്ററിയിൽ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നമാണ് ഈ പുകവലിയിലൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരിക? വലിച്ചു കയറ്റുന്ന, ഊതിവിടുന്ന പുകകൾ, അതിലുള്ള മാരകമായ രാസവസ്തുക്കൾ,
തൊട്ടടുത്ത് ഗർഭിണികളുണ്ട് എങ്കിൽ ഒന്നും അറിയാത്ത, പാപം എന്തെന്നു പോലും അറിയാത്ത, മാതാവിന്റെ ഗർഭാശയത്തിൽ ഘട്ടം ഘട്ടമായ വളർച്ച പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ വരെ നമ്മൾ പുകച്ചു പുറത്തേക്ക് ഊതിവിടുന്ന ഈ പറയുന്ന ഈ രാസഘടകങ്ങൾ, ഈ വിഷവാതകം ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിന്റെ വളർച്ചയെ വരെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പാസീവ് സ്മോക്കിംഗ് 45-48% വരെ ദുരന്തമുണ്ടാക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ നമ്മെ കൊല്ലുന്നു എന്ന് മാത്രമല്ല, ഗർഭാശയങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറു പൈതലുകളെ കൊല്ലുവാൻ മാത്രം എന്തുമാത്രം ക്രൂരതയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാങ്ങിക്കുന്ന സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് അപകടമാണ്, ഇത് ഹാനികരമാണ്, ഇത് നാശമാണ്, നന്മയാണെന്ന് എന്തായാലും ഇല്ല. എന്നാൽ ഇന്നത്തെ ചലച്ചിത്രങ്ങളിലും സീരിയലുകളിലും കള്ളില്ലാത്ത, കള്ളു കുടിക്കാത്ത, പുകവലിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, ഗുണ്ടായിസമില്ലാത്ത, റേപ്പില്ലാത്ത, വ്യഭിചാരമില്ലാത്ത, മ്ലേച്ഛതകളില്ലാത്ത സിനിമകൾ ഇറങ്ങുന്നില്ല. എന്നിട്ട് താഴെ അടിക്കുറിപ്പ്, ഇത് പാടില്ല, ഇത് കുറ്റകരമാണ്, ഇത് ഹാനികരമാണ്. ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആരോ അത് വാങ്ങിക്കാൻ നിൽക്കുക? ആരാണത് വായിക്കാൻ നിൽക്കുക? ചെറിയൊരു തലക്കെട്ടിൽ താഴെ അതിവേഗതയിൽ പോകുന്ന ആ വരികളും വർത്തമാനങ്ങളും വായിക്കാൻ ആർക്കാണ് നേരം? അതിന്റെ ലഹരി അനുഭവിക്കുവാൻ വേണ്ടി മത്സരിക്കുന്നു. പോകട്ടെ, വിദേശ മദ്യ ഷോപ്പുകൾക്ക് മുന്നിൽ തിരക്കുള്ളതുപോലെ ഇന്ന് ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പുകൾക്ക് മുന്നിലും നമ്മുടെ കുട്ടികൾ പോയി നിൽക്കുന്നു എന്നാണ് പുതിയ വർത്തമാനങ്ങൾ. എന്തേ അവര് പോയി നിൽക്കുന്നു? എന്തിനാണ് നമ്മുടെ കുട്ടികൾ വിദേശ മദ്യ ഷോപ്പുകളുടെ മുന്നിൽ പോവാതെ നമ്മുടെ കുട്ടികൾ മരുന്ന് ഷോപ്പുകളിൽ, മെഡിക്കൽ ഷോപ്പുകളുടെ മുന്നിൽ പോയി നിൽക്കുന്നു? ഡോക്ടറുടെ പ്രത്യേകമായ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം, ഡോക്ടറുടെ പ്രത്യേക പ്രിസ്ക്രിപ്ഷൻ കാർഡ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട ചില മരുന്നുകൾ, ചില രോഗികൾക്ക് ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കേണ്ട നിശ്ചിതമായ ഡോക്ടർ പറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകൾ, ഇന്നത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ടീനേജിലുള്ള നമ്മുടെ യുവാക്കൾ അത്തരം മരുന്നുകളെ പ്രത്യേക അനുപാതത്തിൽ ഉപയോഗപ്പെടുത്തി 2 കുപ്പിയോ 3 കുപ്പിയോ ബ്രാൻഡി അടിച്ചാലുള്ള കിക്കിനേക്കാൾ കൂടുതൽ 3 കുപ്പിയോ 4 കുപ്പിയോ ബ്രാൻഡി സ്ഥിരമായി കുടിച്ചാൽ ഉണ്ടാക്കുന്നതിനേക്കാൾ മാരകമായ അപകട സാധ്യതകളിലേക്ക് അതിന്റെ അമിത തോതിലുള്ള ഡോസ് ഉപയോഗിച്ച്, അമിത തോതിലുള്ള ഉപയോഗം കൊണ്ട് ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തം ഇന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ മരുന്നുകളുടെ പേര് പോലും പറയാൻ യഥാർത്ഥത്തിൽ എനിക്കിപ്പോ പേടിയാണ്. കാരണം അതെങ്ങാനും കേട്ടിട്ട് എവനെങ്കിലും പോയി വാങ്ങിച്ചാലും എന്നുള്ള പേടിയുണ്ട്. ആ ഒരു അവസ്ഥ ഇന്നുണ്ട്. അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അവസ്ഥകളിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഈ അടുത്ത കാലത്ത് എറണാകുളം ജില്ലയിലെ ഒരു കൂൾ ബാർ പോലീസുകാർ റെയ്ഡ് ചെയ്തു. എന്തേ അവിടെ കഞ്ചാവില്ല, അവിടെ വേറൊന്നുമില്ല, ഐസ്ക്രീമാണ് കാര്യമായി കച്ചവടം നടക്കുന്നത്. ഐസ്ക്രീം ഭയങ്കര തിരക്ക്. എല്ലാ കലാലയങ്ങളിൽ നിന്നും അങ്ങോട്ടാണ് കുട്ടികൾ വരുന്നത്, സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്നു. കൂടുതൽ ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. എന്തേ കച്ചവടം? ഐസ്ക്രീം കച്ചവടം പൊട്ടിക്കുന്നു. ഒടുവിൽ അന്വേഷണം കൊണ്ട് നമ്മെ എത്തിച്ചത്, അതെ, ഈ ഐസ്ക്രീമുകളിൽ പ്രത്യേകതരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഒരിക്കൽ തിന്നവൻ, ഒരിക്കൽ ഉപയോഗിച്ചവൻ പിന്നെയും അത് ആഗ്രഹിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്നു, അവളെ കൊണ്ടെത്തിക്കുന്നു. ഘട്ടം ഘട്ടമായി നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് പൊന്നുപോലെ വളർത്തിയെടുത്ത നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോ, അതെ വാപ്പ അല്ലെങ്കിൽ അച്ഛ, അപ്പച്ച, ഒരു 10 റുപ്യ, ഒരു 25 റുപ്യ ഒരു ഐസ്ക്രീം തിന്നാൻ സ്നേഹത്തോടെ നമ്മൾ കൊടുത്തു. പക്ഷേ ആരാരും അറിയാതെ, അവൻ പോലും അറിയാതെ, അവൾ പോലും അറിയാതെ ലഹരിയുടെ വല്ലാത്ത അഗാധ ഗർത്തങ്ങളിലേക്ക് നമ്മുടെ പൊന്നുമക്കളെ വലിച്ചെറിയുന്ന ഇത്തരം മാഫിയകളെ ശക്തമായ ചങ്ങലകളാൽ ബന്ധിച്ചില്ല എങ്കിൽ, നിയമച്ചങ്ങലകളാൽ കുരുക്കിയില്ല എങ്കിൽ വല്ലാത്ത ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ, വർത്തമാനത്തെ നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കുല്ലു മുസ്കരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. മദ്യം മാത്രമല്ല, കഞ്ചാവ് അതിൽപ്പെടും, ഈ പറയുന്ന സ്റ്റാമ്പ് അതിൽപ്പെടും, ഈ പാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊത്തിക്കൽ ആ പരിപാടി അതിൽപ്പെടും. ലഹരി ഉണ്ടാക്കുന്ന മനുഷ്യന്റെ തലച്ചോറിന്റെ സ്വഭാവസിദ്ധമായ സവിശേഷതകളെ എല്ലാം തെറുപ്പിക്കുന്നതെല്ലാം അതിൽപ്പെടുമെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നാഡീവ്യവസ്ഥയുടെ ധർമ്മം, നമ്മുടെ തലച്ചോറിൽ ഒരുപാട് ന്യൂറോണുകളുണ്ട്. ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ ഇങ്ങനെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് സുഗമമായി നടക്കേണ്ടതുണ്ട്. എന്നാൽ ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം മെസ്സേജുകൾ പരസ്പരം കൈമാറുക എന്ന
സവിശേഷമായ നടപടിക്രമത്തിന് തടസ്സം നിൽക്കുകയാണ് ഈ പറയുന്ന ലഹരി വസ്തുക്കളെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മോർഫിനാണെങ്കിലും അതോടൊപ്പം തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങളാണെങ്കിലും എത്രത്തോളം എന്നാൽ വ്യത്യസ്ത പേരുകളിലാണ് ഇന്ന് നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ പേരും പറയുക എന്നതല്ലല്ലോ നമ്മുടെ അത് അതിൽ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്തായിരുന്നാലും നമ്മുടെ തലച്ചോറിന്റെ സ്വഭാവസിദ്ധമായ സവിശേഷതകളെ തച്ചുടക്കുന്ന ഇത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. കഞ്ചാവിന്റെ ചെടി ഒരു നാൽക്കാലി പോലും തിന്നില്ല. കഞ്ചാവിന്റെ ചെടി നിങ്ങൾ ഏതെങ്കിലും ആടുമാട് ഒട്ടകങ്ങൾക്ക് കൊടുത്താൽ അത് തിന്നില്ല. അപ്പൊ അതിൽ നിന്നും ബോധപൂർവം തലതിരിക്കുന്നത് കാണാം. നാൽക്കാലി മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും പോലുള്ള ബോധം പോലും ഇരുകാലി ജന്തുക്കളായ നമുക്കില്ലാതെ പോയല്ലോ എന്ന വല്ലാത്ത ദുരന്തകഥയാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം ഉമ്മുൽ ഖബായിസ് ആണ് മദ്യം. എല്ലാ തിന്മകളുടെയും തുടക്കമാണത്. എല്ലാ തിന്മകളുടെയും ഇഫ്താഹു കുല്ല ശർ, എല്ലാ വിപത്തുകളുടെയും എല്ലാ തോന്നിവാസങ്ങളുടെയും എല്ലാ അതിക്രമത്തിന്റെയും താക്കോലായി അത് മാറും. അവൻ മനുഷ്യന്റെ മസ്തിഷ്കത്തെ എല്ലാ അർത്ഥത്തിലും സ്വാധീനിച്ചാൽ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും അറിയാതെ എല്ലാ മ്ലേച്ഛതകളും ചെയ്യുന്ന വല്ലാത്ത ദുരന്തമുണ്ടാകും. അതെ, മദ്യത്തിന്റെ അല്ലെങ്കിൽ മറ്റു തരം ബ്രൗൺ ഷുഗർ അടക്കമുള്ള, കഞ്ചാവ് അടക്കമുള്ള, ഹെറോയിൻ അടക്കമുള്ള വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങളിൽ മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെട്ട് കാമ താല്പര്യത്തോടെ സ്വന്തം മാതാവിന്റെ അടുക്കലേക്ക് പോകുന്ന മക്കളുടെ എണ്ണം കൂടുന്ന കാലം, സ്വന്തം രക്തത്തിൽ പിറന്ന മകളുടെ അടുക്കലേക്ക് പോകുന്ന പിതാക്കന്മാരുടെ എണ്ണം കൂടുന്ന കാലം, ഇത് വല്ലാത്ത ദുരന്തമായി തിരിച്ചറിയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ നടപടിക്രമങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മദ്യം വാങ്ങുന്നവൻ, മദ്യം വിൽക്കുന്നവൻ, മദ്യം കുടിക്കുന്നവൻ, മദ്യം കുടിപ്പിക്കുന്നവൻ, മദ്യം ചുമക്കുന്നവൻ, ആർക്കു വേണ്ടിയാണോ ചുമക്കുന്നത് അവൻ, അതുവഴിയുള്ള സമ്പാദ്യം ഭുജിക്കുന്നവൻ, ഇവരൊക്കെ സട്ടാവായ ഉടയവന്റെ എല്ലാ അർത്ഥത്തിലുള്ള ശാപതാപ കോപങ്ങൾക്ക് വിധേയമാകുമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോവില്ല ആര്? മുദ്മിനുൽ ഖംർ, ലഹരി ഉപയോഗിക്കുന്നവൻ, കള്ളുകുടിയൻ, അവന് സ്വർഗപ്രവേശം സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. അതുകൊണ്ട് അത്രയധികം ഗൗരവത്തോടെയാണ് മദ്യത്തെ, ലഹരി വസ്തുക്കളെ വിശുദ്ധ ഖുർആൻ നോക്കിക്കാണുന്നത്, ഇസ്ലാം നോക്കിക്കാണുന്നത്. മദ്യം തലക്ക് പിടിച്ച അല്ലെങ്കിൽ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാമൂഹ്യ സാഹചര്യത്തിലാണ് വിശുദ്ധ ഖുർആൻ മദ്യത്തെ അടിയോടെ വേരോടെ പിഴുതെറിയുന്ന നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ചാടിക്കേറി നാളെ മുതൽ, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ആരും മദ്യപിക്കരുത് എന്ന നിലപാടല്ല വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത്. മറിച്ച് അക്കാലഘട്ടത്തിൽ താൻ മരിച്ചാൽ ആ കാലഘട്ടത്തിലെ ജാഹിലിയ അറബികൾ, അക്കാലഘട്ടത്തിലെ ആ സമൂഹം താൻ മരിച്ചാൽ തന്റെ ഖബർ അല്ലെങ്കിൽ തന്നെ കുഴിച്ചിടേണ്ടത് ഒരു മുന്തിരിവള്ളി ചുവട്ടിലായിരിക്കണം. ആ മുന്തിരിവള്ളികളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുന്തിരിയും മുന്തിരിച്ചാറും മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി എൻ്റെ എല്ലുകളിൽ പോലും അതിൻ്റെ ലഹരിയുടെ ശേഷിപ്പുകൾ ഒരു വല്ലാത്ത അനുഭൂതി പകർന്നെങ്കിൽ എന്നുവരെ ആഗ്രഹിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നാണ് വളരെ കൃത്യമായി ആ ജനതയെ ഘട്ടം ഘട്ടമായി വിശുദ്ധ ഖുർആൻ പരിവർത്തിപ്പിച്ചെടുക്കുന്നത്. ഒന്നാമതായി ഖുർആൻ മദ്യത്തെ കുറിച്ച് പറഞ്ഞത് അത് എല്ലാ അർത്ഥത്തിലും പാപമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വിപത്താണുള്ളത്, ഏറ്റവും കൂടുതൽ ഉപദ്രവമാണുള്ളത്. കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വലിയ തിന്മ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മദ്യത്തെ നോക്കി കണ്ടു. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖറബുസ് സ്വലാ വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കെ നമസ്കാരത്തെ, ആരാധനയെ നിങ്ങൾ സമീപിക്കരുത് എന്ന്. അത് വല്ലാത്ത വർത്തമാനമാണ്. നിസ്കരിക്കരുത് എന്നല്ല പറഞ്ഞത്, സമീപിക്കുക പോലും അരുത് എന്ന്. അതുകൊണ്ട് തന്നെ ഒരുത്തൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് കള്ളു കുടിച്ച് ദുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല. അതിന്റെ കിക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് പറ്റൂല. അപ്പൊ എന്ത് ചെയ്തു? സ്വാഭാവികമായും 5 നേരത്തെ നമസ്കാരങ്ങൾക്കിടയിലുള്ള ചെറിയ ഗ്യാപ്പുകളിൽ നിന്ന് പോലും ആളുകൾ ആ മ്ലേച്ഛതയിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിന്നു. രാത്രി മാത്രം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുടിച്ചുറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു തലമുറയെ രാത്രി മാത്രം ഒതുക്കി. ഒടുവിൽ വിശുദ്ധ ഖുർആന്റെ വർത്തമാനം പിന്നെയും ഇറങ്ങി. അതെ, ഫഹൽ അൻതും മുൻതഖുൻ, നിങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന, നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന,
നിങ്ങളെ സട്ടാവിനെ ഓർക്കുന്നതിൽ നിന്നും ദൈവസ്മരണയിൽ നിന്നും നിങ്ങളെ വലിച്ചെറിയുന്ന സർവനാശം സൃഷ്ടിക്കുന്ന ഈ തിന്മയിൽ നിന്ന് വിരമിക്കാൻ, ഇത് വലിച്ചെറിയാൻ എനിക്കും നിങ്ങൾക്ക് സമയമായില്ലേ എന്ന ചോദ്യത്തിന് ഞങ്ങളിതാ വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചവരാണവർ. അധരങ്ങളിലേക്ക് അടുപ്പിച്ച മദ്യക്കോപ്പകൾ കുടിച്ച് രണ്ടാമത് കുടിക്കാൻ നിൽക്കുമ്പോഴാണ് മദ്യനിഷിദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആന്റെ വരികളുമായി സഹാബിവരന്മാർ പലയിടങ്ങളിൽ ദൈവവചനം ഇറങ്ങിയിരിക്കുന്നു എന്ന് ഈ വിശുദ്ധ ഖുർആന്റെ വരികൾ ഓതി കേൾപ്പിക്കുന്നത്. ഇത് കേൾക്കേണ്ട താമസം തന്റെ കപ്പിലുള്ള ബാക്കിയുള്ള കള്ളുകൂടി അകത്താക്കിയിട്ട് നിർത്താം എന്ന് തീരുമാനിച്ചില്ല അവർ. മറിച്ച് അത് വലിച്ചെറിഞ്ഞു. അവിടെ വെച്ച മദ്യചഷകങ്ങൾ തല്ലി തകർത്തു. മദീനയിലെ തെരുവുകളിൽ അവരുപയോഗിച്ചിരുന്ന എല്ലാ മദ്യക്കോപ്പകളും ഉടച്ചു മാറ്റി അവർ. ഒരു കാലത്ത് കള്ളു കുടിച്ച കപ്പിൽ, കോപ്പയിൽ പച്ചവെള്ളം കുടിക്കാൻ പോലും അവരുടെ കൈകൾ വിറച്ചു. മദ്യചഷകങ്ങൾ ഒഴുക്കിയ മണ്ണിൽ അവിടെ പുല്ല് മുളച്ച് ആ പുല്ല് മൃഗങ്ങൾ തിന്നാൽ ആ മൃഗത്തിന്റെ മാംസം തിന്നാൻ പറ്റുമോ എന്ന് വരെ സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു വല്ലാത്ത കർമ്മശാസ്ത്ര ചർച്ചകൾ വരെ നടന്നിരുന്നു എന്ന് ചുരുക്കം. അത്രയധികം ഗൗരവത്തോടെ ആ വിഷയം ആ സമൂഹം നോക്കിക്കണ്ടു. എന്നാൽ ഇന്ന് പല രൂപത്തിൽ, പല കോലത്തിൽ, പല ഭാവത്തിൽ അതൊന്നും പ്രശ്നമല്ല എന്നൊരവസ്ഥയിലേക്ക് പോയി പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് വല്ലാത്ത ദുരന്തമാണ്. ഇത് ലഹരിയടക്കമുള്ള അല്ലെങ്കിൽ മദ്യോപയോഗം എന്ന ദുരന്തം മാത്രമല്ല. മുമ്പൊക്കെ സാധാരണഗതിയിലുള്ള ആളുകൾ പറയും, മുസ്ലിങ്ങളല്ലേ നിങ്ങൾക്ക് ഇത് ഹറാമാണെന്നാണല്ലോ ഖുർആൻ പറയണത് എന്നൊക്കെ പറയും. ഇന്ന് ഹറാമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുന്ന ഒരു വല്ലാത്ത ദുരന്തം. സാധാരണ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, കള്ള് ഷാപ്പില് എല്ലാവരും ഉണ്ടാവുമല്ലോ. ഇപ്പോ ഇന്നത്തെ കാലത്ത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ വിശദീകരിച്ച മുഹമ്മദ് നബി പറഞ്ഞത് ഒരു മുഅ്മിനായിരിക്കെ മദ്യപിക്കില്ല എന്നാണ്. ഈമാനുള്ളവൻ കള്ളു കുടിക്കില്ല. ഈമാൻ ഇല്ലാത്തവനാണ് ഈ പണിയെടുക്കുക. ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ മ്ലേച്ഛ വിശ്വാസത്തിന്റെ വക്താവാണ്. അതുകൊണ്ടാണ് അവൻ പോയി കള്ളു കുടിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് എല്ലായിടത്തും ഈ സൗഹൃദം ഉണ്ട്. ഈ പറയുന്ന മദ്യ ഷോപ്പിന്റെ മുന്നിൽ ക്യൂ നിൽക്കാനാണെങ്കിലും, അതേപോലെ തന്നെ ഇരുന്ന് കുടിക്കാനാണെങ്കിലും, നിന്ന് കുടിക്കാനാണെങ്കിലും, പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള ബാറുകളിൽ പോലും ഈ പറയുന്ന എല്ലാ സൗഹൃദവും ഉണ്ട്. എല്ലാ മതവിശ്വാസികളിലുള്ള ആളുകളും, മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ ഭയങ്കര സഹകരണമാണ് അവിടെ. ആ സമയത്ത് സാധാരണ ഒരു നാടൻ കള്ള് ഷാപ്പിൽ ഇങ്ങനെ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മാപ്പിളന്റെ മുന്നിൽ, കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന ഒരു മാപ്പിളന്റെ മുന്നിൽ ഒരാള് ഈ പറയുന്ന ഞണ്ട് കറി കൊണ്ടുവച്ചു. അപ്പൊ ഞണ്ട് കറി കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, എടുത്തു മാറ്റടാ, ഇത് ഞങ്ങൾക്ക് മക്രൂഹാണെന്ന് നിനക്കറിയില്ല എന്നാ. കള്ളു കുടിക്കണ ഹറാമായ സാധനമാണ് അവൻ കുടിക്കണത്. എന്നിട്ട് ഞണ്ട് മക്രൂഹാണെന്ന് നിനക്കറിയില്ലേ എന്ന പഴയകാല കർമ്മശാസ്ത്ര ചർച്ചകൾ ഇടുക. അഥവാ ഒരു തമാശ എന്നൊരു അവസ്ഥയിലപ്പുറം ഇതിന്റെ തീഷ്ണതയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മദ്യം അത് ആര് കുടിക്കുകയാണെങ്കിലും, ഏത് മതവിശ്വാസി കുടിക്കുകയാണെങ്കിലും അത് നമ്മുടെ നാശത്തിന് നിമിത്തമാകും. അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാശത്തിന് നിമിത്തമാകും. ഈ തലമുറയുടെ നാശത്തിന് നിമിത്തമാകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് മതഗ്രന്ഥങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ഗൗരവത്തോടെ അതിനെക്കുറിച്ച് താക്കീത് നൽകിയത്. ആ വിഷയങ്ങളെക്കുറിച്ച് ബോധ്യവുമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആ തിന്മയ്ക്കെതിരെ ശബ്ദിച്ചത്. പലിശയടക്കം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലാണ്. നിസാരം അല്ലേ? എന്നാൽ പലിശ എന്തുമാത്രം! ദിവസ പലിശ, ആഴ്ച പലിശ, മാസപ്പലിശ, കൊള്ളപ്പലിശ, എന്തെല്ലാം! സാധാരണക്കാരായ ആളുകളുടെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ അവർക്ക് താങ്ങും തണലുമാകേണ്ട സമൂഹത്തിലെ സമ്പന്നരായ ആളുകൾ പണം കൊടുക്കുന്നുണ്ട്. പക്ഷേ പലിശയ്ക്ക് പണം ഇങ്ങോട്ട് വാങ്ങിക്കുന്നുണ്ട്. സംഗതി ഹാജിയാരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര നിസ്കാരമൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കാം. പക്ഷേ ഈ പലിശമാണ് അവൻ വാങ്ങുന്നതെങ്കിൽ അവൻ എന്തു പേരിട്ടാലും അതിന് ലാഭവിഹിതെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകൾ ഇട്ടാൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അനുവദിച്ചിട്ടുണ്ട് ഖുർആൻ. എന്നാൽ പലിശ നിഷിദ്ധമാണ്. ഇന്ന് ലോകം ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇപ്പോഴും രക്ഷപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പ്രതിസന്ധിയെ കുറിച്ച് പഠിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അഥവാ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമമാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന്. അതെ, ലോകത്ത് പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക ക്രമമാണ് എല്ലാ അർത്ഥത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അടിസ്ഥാന കാരണമെന്ന്. പലിശയിൽ അധിഷ്ഠിതമല്ലാത്ത
പലിശയില്ലാത്ത സാമ്പത്തിക ക്രമമാണ് സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളുടെ കൈകളിലൂടെയും പണം ഇങ്ങനെ ഒരു ചാക്രിയാവസ്ഥയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് സമൂഹത്തിലെ എല്ലാ തുറകളിൽപ്പെട്ട ആളുകളുടെ വളർച്ചക്കും ഉയർച്ചക്കും നന്മക്കും അത് നിമിത്തമാകുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ വരികൾക്ക്, വർത്തമാനങ്ങൾക്ക് എന്തുമാത്രം പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിലും എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന്റെ നാശത്തിന് നിമിത്തമാകുന്ന പലിശയടക്കമുള്ള നടപടിക്രമങ്ങളെ വലിച്ചെറിയാൻ നമുക്ക് കഴിയണം. ലഹരിയടക്കമുള്ള, മദ്യമടക്കമുള്ള സകല നടപടിക്രമങ്ങളെ വലിച്ചെറിയാൻ നമുക്ക് കഴിയണം. എന്തിനേറെ സമൂഹത്തെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു തിന്മയാണ് ഇന്നും അതേ സ്ത്രീധനമടക്കമുള്ള തിന്മകൾ. മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം, കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം സമൂഹത്തെ എന്തെല്ലാം തിന്മകൾ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ നാടിനെ അടക്കി ഭരിക്കുവാൻ വേണ്ടി വൈദേശിക ശക്തികൾ കടന്നു വന്നപ്പോ അവരുടെ മുന്നിൽ നെഞ്ചുവിരിച്ച് ഈ നാട്ടുകാരോടൊപ്പം, ഈ ജനതയോടൊപ്പം, നാട് ഭരിക്കുന്ന ഭരണാധികാരികളോടൊപ്പം ഒരുമിച്ച് നിന്ന് നാടിന്റെ മോചനത്തിനും നാടിന്റെ സ്വാതന്ത്ര്യത്തിനും നാട്ടിൽ നിന്ന് ഈ മ്ലേച്ഛതകളെ, ഈ തിന്മകളെ വേരോടെ പിഴുതെറിയാൻ നാടിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ മുന്നിൽ നിന്ന ചരിത്രമുള്ള നവോത്ഥാന പ്രസ്ഥാനമാണ് മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം. 1920കളിൽ ബ്രിട്ടീഷുകാരുടെ തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടകൾ ഇവിടെയുള്ള സാധാരണക്കാരനെ നെഞ്ചുതുളച്ച് അവർ ഈ മണ്ണിൽ പിടഞ്ഞു മരിച്ചപ്പോ നിരവധി വിധവകളും അനാഥകളും സൃഷ്ടിക്കപ്പെട്ടപ്പോ ആ അനാഥ മക്കൾക്ക്, ആ വിധവകൾക്ക് ഒരു പിടി ചോറ് കൊടുക്കാൻ, അവർക്ക് മാന്യമായ ഭക്ഷണം നൽകാൻ, അവർക്ക് മാന്യമായ വസ്ത്രം നൽകാൻ മുന്നിൽ നിന്ന് ഈ നാടിന്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ മനസ്സിലാക്കി നാട്ടുകാരുടെ വേദനകളെ തിരിച്ചറിഞ്ഞ് അതെ അവർക്ക് താങ്ങും തണലുമാകാൻ മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം. അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ, ഹിന്ദുവിന്റെ മകൻ മുസ്ലിമിന്റെ മകൻ എന്ന് നോക്കിയില്ല. അവഗണിക്കപ്പെട്ട അനാഥ മക്കളെ, അവഗണിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തെ അവർക്ക് സംരക്ഷണം നൽകുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് താമസിക്കുവാനുള്ള വീട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഈ നാടിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആളുകൾക്ക് മാന്യമായ, അല്ലെങ്കിൽ അവരെ ആദരിക്കുന്ന തലത്തിലുള്ള നടപടിക്രമങ്ങളിൽ മുന്നിൽ നിൽക്കാൻ കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ, 1940കളിൽ വല്ലാതെ കേരളക്കരയെ പിടിച്ചുലച്ച വല്ലാത്ത മാരക രോഗമാണ് കോളറ. കോളറ ബാധിച്ച ഒരു വീട്ടിൽ ഒരു ദിവസം 4, 5, 6 കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ. ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ കുട്ടികളും മാതാവും പിതാവും മരിക്കുന്ന അവസ്ഥ. ഉപ്പയും ഉമ്മയും വല്ലുമ്മയും വല്ലുപ്പയും മരണപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥകളിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെ മലയാള മണ്ണ് 1940കളിലൂടെ കടന്നുപോയപ്പോ അവഗണിക്കപ്പെട്ട, സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും മരണപ്പെട്ട്, സഹോദരങ്ങൾ മരണപ്പെട്ട്, അവഗണിക്കപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളായ ചെറുബാല്യങ്ങൾ, അവഗണിക്കപ്പെട്ട എല്ലാ അർത്ഥത്തിലുമുള്ള മുസ്ലിം കുട്ടികൾ, ഹിന്ദു കുട്ടികൾ അവരുടെ കൈകളിൽ പിടിച്ച് അവർക്ക് ആശ്വാസവും താങ്ങും തണലും സംരക്ഷണവും നൽകി, അവരുടെ വിശപ്പും വേദനയും മനസ്സിലാക്കി അവർക്ക് അവരുടെ വായകളിൽ, അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത കൈകളാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, അതേപോലെ MK ഹാജിയെ പോലുള്ള, KM മൗലവി സാഹിബിനെ പോലെയുള്ള ശ്രദ്ധേയരായ കേരള മുസ്ലിം നവോത്ഥാന നായകന്മാരായ മുജാഹിദ് നേതാക്കന്മാർ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സ്ത്രീധനം ഈ ജനതയെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാലം. സ്ത്രീധനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി തെരുവുകളിൽ കവലകളിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്ത്രീധനം എന്ന മഹാവിപത്തിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തി സ്ത്രീധനരഹിത വിവാഹങ്ങൾ എങ്ങനെ കേരളക്കരയിൽ മാതൃകാപരമായി നടത്താമെന്ന് കേരളത്തിൽ ആദ്യമായി കാണിച്ചു കൊടുത്തതും കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനമാണ്. മലയാളക്കരയിലെ നിയമസഭയുടെ അകത്തളങ്ങളിൽ സ്ത്രീധനത്തിനെതിരെ, സ്ത്രീ പീഡന നടപടികൾ ക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ നവോത്ഥാന പ്രസ്ഥാനമാണെന്ന് മലയാളത്തിന്റെ കേരളക്കരയുടെ നിയമസഭക്കകത്തടക്കം ചർച്ച വരികയാണ്. അത്രമേൽ തിന്മകൾക്കെതിരെ മുന്നിൽ നിൽക്കാൻ, ശക്തമായ ബോധവൽക്കരണം നിർവഹിക്കാൻ കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേ കേരളീയ യുവാക്കൾ തീവ്രവാദ ഭീകരവാദ ചിന്തകളിലേക്കോ വർഗീയ ഫാസിസ്റ്റ് ചിന്തകളിലേക്കോ പോകരുത്. അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് തലത്തിലുള്ള നടപടിക്രമങ്ങളും ബോധവൽക്കരണങ്ങളും നടന്നുകൊണ്ടിരിക്കെ തന്നെ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായ യുവാക്കളുടെ മനസ്സുകളിലേക്ക്
മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ സിദ്ധവൈഭവമുള്ള ബുദ്ധിയും നിങ്ങളുടെ ചൊറുചൊറുക്കും ഈ നാടിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണം. ഈ നാടിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കാനാണ് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ വർഗീയതയുണ്ടാക്കാനോ ഇവിടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി നിലനിൽക്കുന്ന സമാധാനത്തെ നശിപ്പിക്കുന്ന ഒരു യുവതലമുറയായി നിങ്ങളുടെ പേരുകൾ തുന്നിച്ചേർക്കപ്പെടരുത് ചരിത്രത്തിലെന്ന് കേരളക്കരയിൽ ലോകത്തോട് തുറന്നു വർത്തമാനം പറഞ്ഞ ഒരു മഹാപ്രസ്ഥാനമാണ് കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനം. ലഹരി മാഫിയകൾ ഉണ്ടാക്കുന്ന വല്ലാത്ത ദുരന്തത്തിന് ഇന്ന് മലയാള മണ്ണ് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇന്നലകളിലും ഇന്നും ഈ ലഹരിക്കെതിരെ ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ, വിദ്യാലയങ്ങളിൽ, തെരുവുകളിൽ, നാട്ടും പ്രദേശങ്ങളിൽ, ജംഗ്ഷനുകളിൽ അതേ നിരന്തരമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവഘടകം മുന്നിൽ നിൽക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലഹരിക്കെതിരെ ശബ്ദിക്കുകയും രാത്രി പോയി കുപ്പി പൊട്ടിക്കുകയും ചെയ്യുന്ന നെറികെട്ട നടപടിക്രമങ്ങൾ ചെയ്യുന്ന പല സംഘങ്ങളെയും സംഘടനകളെയും നമുക്ക് ചുറ്റും കാണാം. പക്ഷേ ഇത് നിഷിദ്ധമാണ്. സട്ടാവും സംരക്ഷകനുമായ ഉടയവൻ സദാ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യവുമാണ് ഈ മ്ലേച്ഛ തിന്മകൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ, ബോധവൽക്കരണം നിർവഹിക്കാൻ ഈ പറയുന്ന യുവഘടകങ്ങൾക്ക് ആവേശമാകുന്നത്, പ്രചോദനമാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ദൈവബോധം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ഉണ്ടാകേണ്ട മറ്റൊരു ബോധമാണ് പരലോകബോധം. മരണാനന്തരം മനുഷ്യകർമ്മങ്ങൾക്ക് അവന്റെ നന്മകളും തിന്മകൾക്കും അനുസരിച്ച് രക്ഷയും ശിക്ഷയും ലഭിക്കുന്ന ഒരു ലോകമുണ്ട് എന്ന വല്ലാത്ത തിരിച്ചറിവാണ് നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമാവുക, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സഹായകമാവുക. അതുകൊണ്ട് മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനമായ കേരളാനുദുവത്തിൽ മുജാഹിദീന്റെ യുവഘടകം ISM കേരളത്തിന്റെ തെരുവുകളിൽ സജീവമാവുകയാണ്. കരുതാം, കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി. അതുകൊണ്ട് നമുക്ക് മടങ്ങാം സഹോദരങ്ങളെ സട്ടാവിലേക്ക്. ഞാൻ ചുരുക്കുകയാണ്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ഈ വിശ്വമഹാപ്രപഞ്ചത്തിന്റെ നാഥനെ മാത്രം നമുക്ക് ആരാധിക്കാം. അതല്ലാത്ത മറ്റിതര വ്യക്തികളെയോ ശക്തികളെയോ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മെ സൃഷ്ടിച്ചവനാരോ, നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനാരോ, നമ്മുടെ മുൻഗാമികൾക്ക് ഭക്ഷണവും വായുവും നൽകിയവനാരോ, നമുക്ക് അതേ ജീവൻ നിലനിർത്തുവാൻ ഉതകുന്ന എല്ലാ അനുഗ്രഹങ്ങളും കനിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, ഈ മഹാപ്രപഞ്ചത്തെ അത്ഭുതകരമായ താളപ്പൊരുത്തത്തോട് മുന്നോട്ട് കൊണ്ടുപോകുന്നവനാരോ, അവൻ തന്നെയാണ് നമുക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവനെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത്. അവനെ പഠിപ്പിക്കാനും അവനെ പരിചയപ്പെടുത്താനും അവനെ എങ്ങനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരെയോ ദൈവദൂതന്മാരെയോ ധർമ്മ സംസ്ഥാപകന്മാരെയോ മഹത്തുക്കളെയോ സാമൂഹ്യ പരിഷ്കർത്താക്കളെയോ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. അവരെ നമുക്ക് ആദരിക്കാം, അവരെ നമുക്ക് ബഹുമാനിക്കാം. ആ മഹത്തുക്കൾ ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും ആരാണെങ്കിലും അവരെ നമുക്ക് ആദരിക്കാം, ബഹുമാനിക്കാം. പക്ഷേ ആരാധനയരുത് എന്ന് പഠിപ്പിച്ച ശ്രദ്ധേയമായ ദൈവീകമായ ആശയത്തിന്റെ കാമ്പും കാതലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. നമുക്ക് വേണം ഇന്നത്തെ തലമുറയെ നമ്മൾ അറിയണം സഹോദരങ്ങളെ. ലോകത്ത് ഏറ്റവും അധികം യുവാക്കളുള്ള അല്ലെങ്കിൽ യുവജനങ്ങളുടെ അംഗബലമുള്ള ലോകരാഷ്ട്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ രാഷ്ട്രമാണ് ഇന്ത്യ മഹാരാജ്യം. അഥവാ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാകാൻ മത്സരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യയുള്ളത്. ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ തലച്ചോറ്, ഇന്ത്യയുടെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലത, ഇന്ത്യയിലെ യുവാക്കളുടെ ആവേശം, ഇന്ത്യയിലെ യുവാക്കളുടെ ക്രിയാത്മകമായ ചിന്തകൾ അതവർ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാക്കി ഏറ്റവും പുരോഗതിയിലേക്ക് ജ്വലിച്ചു നിൽക്കുന്ന എല്ലാ തലങ്ങളിലും നമ്പർ 1 ആകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കുതിക്കാൻ ഇനി കൂടുതൽ സമയം വേണ്ട. പക്ഷേ അത് വല്ലാതെ പ്രയാസത്തോടെ നോക്കിക്കാണുകയാണ് ലോകത്തെ സാമ്രാജ്യത്വ കുത്തകകൾ. അവർക്കിടയിൽ യുവാക്കൾ കുറവാണ്. കാരണം അവർ പണ്ടേ നിരോധിച്ചിട്ടുണ്ട് ഒരു കുട്ടിയിലധികം വേണ്ട എന്ന്. അവർ പണ്ടേ പറഞ്ഞു പ്രായമുള്ള ആളുകൾ അതത് രാഷ്ട്രങ്ങളിൽ കൂടി ഇറ്റലി അടക്കമുള്ള മറ്റിതര രാഷ്ട്രങ്ങൾ കൂടുതൽ പ്രസവിക്കുന്ന അമ്മമാർക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അതേപോലെ തന്നെ പല വീട്ടുപകരണങ്ങളും ഇന്ന് സമ്മാന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
ചൈന ഈ പൊട്ടത്തരം ചെയ്തു. ഇന്ന് ചൈന തിരുത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഈ പൊട്ടത്തരം പലതവണ ആവർത്തിച്ചു. ആ അബദ്ധം, ആ വിവരക്കേട് ഇന്നവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ഇന്ത്യ മഹാരാജ്യം ലോകത്ത് ഏറ്റവും അധികം യുവസമ്പത്തുള്ള, അതെ, സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവികളായി ഉയർന്ന് വളരേണ്ട നമ്മുടെ തലച്ചോറിനെ മയക്കി കടത്താൻ, നമ്മുടെ യുവാക്കളുടെ മനസ്സിനെ മരവിപ്പിക്കാൻ, നമ്മുടെ യുവാക്കളുടെ തലച്ചോറിനെ മരവിപ്പിക്കാൻ, നമ്മുടെ യുവാക്കളുടെ എല്ലാ അർത്ഥത്തിലുള്ള കർമ്മനിരതമായി മുന്നോട്ടു പോകുന്ന അവസ്ഥക്ക് കൂച്ചുവിലങ്ങിടുവാൻ വേണ്ടി ലോകോത്തര ലഹരി വസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തിൽ വിപണിയിലെത്തിച്ച് നമ്മെ നശിപ്പിക്കാൻ ചത്ത മനസ്സുള്ള, ചത്ത മസ്തിഷ്കമുള്ള ഒരുതരം നിഷ്ക്രിയരായ ജീവച്ചവങ്ങളാക്കി ഇന്ത്യയുടെ വാഗ്ദാനങ്ങൾ നശിപ്പിക്കുവാനുള്ള ബോധപൂർവമായ സാമ്രാജ്യത്വ അജണ്ടകളെയും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വല്ലാത്ത വില നൽകേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കൈകൾ ചേർത്ത് പിടിക്കാം, കരുതാം, കൈകോർക്കാം. ഈ ലഹരിക്കെതിരെ, ഈ മ്ലേച്ഛതയ്ക്കെതിരെ, ഈ മഹാവിപത്തിനെതിരെ ISM എന്നും മുന്നിലുണ്ടാകും. ഈ തിന്മക്കെതിരെ ഏതെല്ലാം സംഘങ്ങൾ, ഏതെല്ലാം സംഘടനകൾ, അത് മറ്റുതര മതസംഘടനകളാണെങ്കിലും സാംസ്കാരിക സംഘടനകളാണെങ്കിലും മറ്റുതര സാമൂഹ്യ സംഘടനകളാണെങ്കിലും രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും സമൂഹത്തെ ബാധിക്കുന്ന ഈ തിന്മകൾക്കെതിരെ ഏതെല്ലാം ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളുമായി നിങ്ങളുണ്ടോ? ഞങ്ങളുമുണ്ട്. നിങ്ങളോടൊപ്പം, നിങ്ങളുടെ മുന്നിൽ, അതെ, ഞങ്ങളുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ട് ISMന്റെ നേതൃത്വത്തിലുള്ള ഇത്തരം ശക്തമായ ബോധവൽക്കരണ സംരംഭങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ, ഈ പ്രദേശത്തെ മുഴുവൻ സഹോദരങ്ങളുടെയും പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം. അതെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. സമൂഹത്തെ ബാധിക്കുന്ന സകല തിന്മകൾക്കുമെതിരെ നന്മയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമത്തെ ഉണ്ടാക്കിയെടുക്കാൻ, എല്ലാ അർത്ഥത്തിലും ഈ നാടിനും ഈ രാജ്യത്തിനും ഗുണമുണ്ടാക്കുന്ന യുവസമൂഹത്തെ നമുക്ക് പരിവർത്തിപ്പിച്ചെടുക്കാൻ ഇത്തരം സംരംഭങ്ങൾ നമുക്ക് സഹായകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കരുതാം, കൈകോർക്കാം ലഹരിക്കെതിരെ ISM സംസ്ഥാന ക്യാമ്പയിൻ 2019 ജനുവരി 1 മുതൽ 31 വരെ.